സന്തോഷമുള്ള കരങ്ങൾ മേടിച്ച് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വൈകുന്നേരം ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സമയം കർത്താവ് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്ന് വചന കേൾവിക്കായി ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ സന്നിധിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആരെല്ലാം ഭാരങ്ങളോടെ ഇറുകി ഞെരുങ്ങി ഇതിനകത്തായിരിക്കുന്നോ, ഇന്ന് ഇതിനകത്ത് വിടുതൽ പ്രാവശ്യത്തിന് പുറത്തു പോവുക തന്നെ ചെയ്യും. ആരെല്ലാം ഭാരങ്ങളോടെ കടന്നു വന്നോ, ഇന്ന് അതിനെ നീക്കി പുറത്തു പോവുക തന്നെ ചെയ്യും. മറ നീക്കി പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ. പൊളിക്കുന്നതിനെ കെട്ടുന്നവൻ. ഹല്ലേലൂയ. പൊളിക്കുന്നവനല്ല, പണിയുന്നവനാ നമ്മുടെ കർത്താവ്. നമ്മൾ അനുദിനവും പണിഞ്ഞ് മെനഞ്ഞ് വൃത്തിയോടെ സൂക്ഷിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. ഓരോ ദിവസവും നിനക്ക് എന്ത് വേണമെന്നുള്ളതിന് നിനക്ക് വേണ്ടി 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 കരുതി നിനക്കുള്ളതെല്ലാം തരുന്ന അപ്പൻ. ഹല്ലേലൂയ. ആ അപ്പന് നമുക്ക് സ്തുതിക്കാതിരിക്കാനാവില്ല. ആ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് തലകളെ വണക്കാതിരിക്കാനാവുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവൻ കർത്താവേ, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ അവൻ കർത്താവേ അങ്ങ് ഇന്നിതിനകത്ത് വന്നതിനായി സ്തോത്രം. അവൻ അപ്പനെ, ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെ, ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയതിനെ, അപ്പ ഞങ്ങൾക്ക് വേണ്ടാത്തതിനെല്ലാം നീക്കി നല്ലൊരു ജീവിതം തന്ന് നല്ലൊരു വഴികാട്ടിയായി നിങ്ങളോടൊപ്പം നിന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ യാചനയോടെ ആയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇതിനകത്തായിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്നും ആമേൻ കർത്താവേ വിടുതൽ ലഭിക്കണം. രോഗങ്ങൾ മാറണം അപ്പനെ, കടബാധിതകൾ നീങ്ങണം, നിന്ന മാറണം, പരിഹാസം മാറണം, തല കുനിച്ച് നിന്നെടുത്ത് തല ഉയർത്തുമാറാക്കണം. ആമേനപ്പ, ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ആമേനത്താവേ, യേശുവേ വേഗം വരണമേ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവരും വിളിക്കും, കുള്ളൻ സക്കായി എന്ന് വിളിക്കുന്നേ. സക്കായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ജനത്തോടെ കർത്താവ് പറഞ്ഞതാ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളും ഇതുപോലെ എവിടെയൊക്കെ ആയിരുന്നതാ. ഹല്ലേലൂയ. പലയിടങ്ങളിലായിരുന്ന, പല സാഹചര്യങ്ങളിലായിരുന്ന, പല വിശ്വാസങ്ങളിലായിരുന്ന നമ്മൾ ഇന്ന് ഈ വചനം വിശ്വസിക്കുന്നു എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ വചനം നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തതല്ലേ, നമ്മുടെ അപ്പൻ തിരഞ്ഞെടുത്തതാണ് നമ്മളെ. കാണാതെ പോയി കിടന്നതാ, കാണാമറയത്ത് ഓരോ മൂലയ്ക്ക് ആകേണ്ട നമ്മളെ ഇന്ന് ഇങ്ങനെ ഓരോ ദേശങ്ങളിലേക്ക് അയച്ചുവെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. 19-ാം സുവിശേഷം വായിക്കുമ്പോൾ തന്നെ, അധ്യായം വായിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, അവൻ യെരിഹോവയിൽ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. സക്കായി എല്ലാവർക്കും അറിയാം, ചുങ്കം വാങ്ങിക്കുന്ന, പലിശ, ചുങ്കം എന്ന് വെച്ചാൽ പലിശ വാങ്ങിക്കുന്ന ഒരു വ്യക്തി, പിരിവ് വാങ്ങിക്കുന്ന വ്യക്തി, അളവിൽ കൂടുതൽ പിരിവ് വാങ്ങിക്കുന്ന ഒരു വ്യക്തി. ഒരു ചുങ്കക്കാരൻ എങ്ങനെ ഒരാളെടുത്ത് പെരുമാറുന്നേ? വളരെ ഹാർഷായിട്ടാണ് പെരുമാറുന്നേ. നമുക്കെല്ലാവർക്കും ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ട് ലോൺ തിരിച്ചടയ്ക്കാതിരുന്നാൽ ബാങ്കുകാർ എന്താ ആദ്യം വിളിച്ചിട്ട് പറയുന്നത്? സാറേ എന്ന് ആദ്യം വിളിക്കും. പിന്നെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഭാഷകളായിരിക്കാം. പിന്നെ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കാം. ഇതുപോലെ ഒരു ചുങ്കക്കാരനായിരുന്നു സക്കായും. കാണുമ്പോൾ തന്നെ ആൾക്കാർ ഭയപ്പെട്ട് ക്യാഷ് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിരിക്കുന്ന അന്ന് അവർ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു പങ്ക് കൊടുത്തേ പറ്റൂ. ഈ ചുങ്കം പിരിക്കുന്നവർക്ക് ഒരു വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചുങ്കം അവർ പിരിച്ചിട്ടല്ലാതെ പോകത്തില്ല. ചുങ്കം പിരിക്കാൻ വരുന്നവൻ ചുങ്കം പിരിക്കാതെ പോകത്തില്ല. ഉള്ളതോ ഇല്ലാത്തതോ പിടിച്ചു പറിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഒരു വ്യക്തി യേശുവിനെ കാണാൻ വലിഞ്ഞു കയറി ഒരു മരത്തിൽ. ഹല്ലേലൂയ. ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. ഇവൻ എങ്ങനെയുള്ളവനെന്നറിയാൻ ഈ വരുന്ന മനുഷ്യപുത്രൻ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു നസ്രനായ യേശു എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെയുള്ളവൻ? പലരും പറയുന്നുണ്ട് അവൻ കോമളരൂപൻ, അവൻ മനോഹരമുള്ളവൻ, അവൻ്റെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ വളരെ മനോഹരമാണ്.
അത് കേൾക്കാൻ കൊതിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ കാണാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പൊക്കം കുറഞ്ഞ ഒരുവനെ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നാൽ കാണാൻ കഴിയുമോ? കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ അവിടെ നിന്ന് അത്തിമരത്തിൽ വലിഞ്ഞു കയറി. ഹല്ലേലൂയ. വലിഞ്ഞ് കയറി അവിടെ ഇരുന്ന് കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചുള്ളൂ. കാണാമെന്ന് പറഞ്ഞ് കയറിയവനെ യേശു വിളിക്കുക. ഹല്ലേലൂയ. പേര് പറഞ്ഞാ വിളിച്ചേ, ചുമ്മാ വിളിച്ചില്ല. എടോ എന്നല്ല വിളിച്ചേ, സക്കായേന്ന് വിളിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ പലരെയും പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇതിനകത്തിരിക്കുന്ന പലരെയും യേശുവെന്ന് മാടി വിളിക്കാറുണ്ട്. മകനേ, എൻ്റെ പ്രിയപുത്ര, എൻ്റെ പ്രിയപുത്രി എന്ന് മാടി വിളിക്കാറുണ്ട്. പലപ്പോഴായി ഉറക്കത്തിലും യാത്രയിലും നിന്റെ കൂടെ ഇരുന്നവൻ വിളിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്തവരെ പോലെ പോകുകയാ. നിങ്ങളൊന്ന് കാത് തുറന്നിരുന്നേ, ഇന്ന് ശബ്ദം കേൾക്കും. അന്ന് അവിടെ വിളിച്ച ശബ്ദം ഇന്ന് ഈ ഹാളിനകത്ത് മുഴങ്ങും. അന്ന് അവിടെ വിളിച്ച ശബ്ദം ഇന്ന് ഈ ഹാളിനകത്ത് മുഴങ്ങും. മകനേ, എൻ്റെ പ്രിയപുത്ര, എൻ്റെ പ്രിയപുത്രി എന്നുള്ള വിളി നിന്നെ പേരെടുത്ത് വിളിക്കും. ചുമ്മാ വിളിക്കത്തില്ല, അവൻ നിന്നെ പേര് ചൊല്ലി തന്നെ വിളിക്കും. ആൾക്കൂട്ടത്തിന് മധ്യേ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നവനാ, അവൻ ഒളിച്ചു വരുന്നവനല്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കായിയെ നോക്കി വിളിക്കുക, സക്കായിയേ നീ താഴെ ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ട് താഴെ ഇറങ്ങി വന്നു. ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിനകത്ത് വരും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ച്, അവൻ്റെ ഭവനത്തിൽ പോകാൻ യേശു യോഗ്യതയുള്ളവനാണോ? യേശു എത്രയോ വലിയവനാ. ഒരു രാജാവിന് തുല്യനായവൻ ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോകുവാൻ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ സക്കായി ആ യേശുവിന് മുൻപ് ഒന്നുമല്ല. അങ്ങനെയുള്ള സക്കായിയുടെ വീട്ടിലേക്ക് ഞാനിന്ന് വരികയാണെന്നാ പറയുന്നേ. ഇത് കേട്ട പാടെ ചുറ്റും നിന്നവർ ചോദിക്കുന്നു, ഈ ചുങ്കക്കാരനോടോ? ഹല്ലേലൂയ. അപ്പോഴാ യേശു പറഞ്ഞത്, കാണാതെ പോയതിനെ. അതാ പറഞ്ഞേ, നിങ്ങളിൽ നമ്മൾ നശിച്ചു പോകാം. നമ്മളിൽ ഇല്ലായ്മകളുണ്ട്, നമ്മളിൽ കുറവുകളുണ്ട്, നമ്മളിൽ പിഴവുകളുണ്ട്. അതുകൊണ്ട് ഞാൻ കൊള്ളില്ല, ഞാൻ നശിച്ചവൻ, ഞാൻ ഇല്ലായ്മയുള്ളവൻ. ഹല്ലേലൂയ. നിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞോ നീ കൊള്ളില്ല എന്ന്? ആരെങ്കിലും പറഞ്ഞോ? നീയാ ഏറ്റവും കൊള്ളാവുന്നവൻ. നിന്നെയാ യേശുവിന് വേണ്ടേ. കൊള്ളില്ല എന്ന് പറഞ്ഞ നിന്നെയാ യേശുവിന് വേണ്ടത്. ഹല്ലേലൂയ. ഈ ദയാടിന് വേണ്ടാത്തവനെ യേശുവിന് വേണം. ഹല്ലേലൂയ. ഞാനും നിൽക്കുന്ന അങ്ങനെയാന്നേ. ഹല്ലേലൂയ. ആർക്കും വേണ്ടാന്ന് പറയും. എന്തിനാന്ന് ചോദിക്കും. ഇവനെയൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാന്ന് ചോദിക്കും. ഇവനെ പിടിക്കാനോ? ഇതിനേക്കാൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് വെക്കൂടെ എന്ന് ചോദിക്കുന്നവരെ മുൻപേ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ഇതിനകം നിൽക്കുന്നുവെങ്കിൽ അന്ന് അങ്ങനെ ചോദിച്ചവരോടുള്ള മറുപടിയാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ മാതാവിനോട് ചോദിച്ചു, ഇവൻ്റെ പുറകെ പോകേണ്ട, ഇവനെ വിട്ടുകള, അവൻ എവിടെയെങ്കിലും പോയി ചത്ത് തൊലയട്ടെ. ചുമ്മാ അല്ല പറഞ്ഞേ, ഇവൻ എവിടെയെങ്കിലും പോയി ചത്ത് തൊലയട്ടെ, ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കിടന്നോളൂ. അവൻ കുറേ ദിവസങ്ങൾ തെണ്ടി കഴിയുമ്പോൾ ഏതെങ്കിലും റോഡിൽ കിടക്കുമെന്നാ പറഞ്ഞേ. അല്ലാതെ രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. ഒരാളും പറഞ്ഞില്ല രക്ഷപ്പെടുമെന്ന്. അവൻ തെണ്ടുവെന്നാ പറഞ്ഞേ. ഒന്ന് നോക്കിയേ, തെണ്ടുവെന്ന് അവർ പറഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പൻ്റെ മുൻപിലാ. ഹല്ലേലൂയ. രാജാവിൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ. ഹല്ലേലൂയ. അതെ, ആ വചനവുമായി ഞാൻ നിൽക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ തെണ്ടി എന്ന് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു, പരിഹസിച്ചു, ഒരിടത്ത് നിന്ന് ആട്ടി പുറത്താക്കി നിന്നയായി പരിഹസം അനുഭവിച്ചെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു ജോലിയുണ്ടെന്ന് പറയുന്നതിനേക്കാളും എനിക്കിപ്പോൾ വലിയ ക്രെഡിറ്റ് ഞാൻ എൻ്റെ അപ്പൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറയാനാ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അപ്പൻ്റെ വചനം ഉയർത്തുന്നെന്ന് പറയാനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. ഒരു സമയം ഞാൻ പിറകോട്ട് പോയി, ഒരു സമയം ഞാൻ പുറകോട്ട് ചിന്തിച്ചു, നാണക്കേട് വിചാരിച്ചു. ഇന്ന് ഞാൻ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നു. നീ എപ്പോഴെങ്കിലും നാണക്കേട് വിചാരിച്ചിട്ടുണ്ടോ? നിന്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നതിൽ നീ നിന്റെ അടുത്തിരിക്കുന്നവരോട് നോക്കിയിട്ടുണ്ടോ? എങ്കിൽ നീ ഇനി നോക്കരുത്. ഇനി നീ നോക്കേണ്ടത് യേശുവിലേക്ക് മാത്രം. ഹല്ലേലൂയ. കാരണം അവൻ നിനക്കായ ആ ക്രൂശിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടിയാ, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാ അവൻ ആ ക്രൂശിൽ ത്യാഗമായത്. ഒന്ന് ചിന്തിച്ചേ, ഒരു യോഗ്യതയും പറയുവാനില്ലാത്ത നമ്മളെ യോഗ്യനാക്കി മാറ്റുന്നവനാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ വളരെ ഭാരത്തോടെ ആയിരുന്നു.
വളരെ സങ്കടത്തോടെ ആയിരുന്നു, പനിയുടെ ഭാരത്തോടെ ആയിരുന്നു. അവിടെയും എൻ്റെ കൂടെ എന്നോടൊപ്പം വന്നവനായി എൻ്റെ അപ്പൻ. എന്നെ ആ ട്രെയിനിനകത്ത്, ഞാൻ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് എങ്ങനെ വരണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എൻ്റെ ഓർമ്മ പോലും ക്ഷയിച്ചു പോകുന്നു. എന്നെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് സാധാരണ കൊണ്ടിറക്കിയാൽ ഞാൻ സ്വമേധയാ കയറി വരും. പക്ഷെ അന്ന് എനിക്ക് കയറി വരാൻ കഴിയുന്നില്ല. ഞാൻ അവരോട് ചോദിക്കുക, എങ്ങനെ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് പോകണം, എവിടെ ചെന്നിരിക്കണം? കാരണം എൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല പനിയുണ്ട്. പനിയെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരെന്നെ കൊണ്ട് അകത്താക്കിയിട്ട് പോയി. ഞാൻ അവിടെ ഇരിക്കുന്നു, വെള്ളം വാങ്ങിച്ച് കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് വെള്ളം ഇറങ്ങത്തില്ല, ഒരു ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഞാൻ ആ ട്രെയിനിൽ കയറി കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യം 1 മണി ആയപ്പോൾ ഞാൻ വളരെ 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 വിഷമത്തിലുള്ള സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ ഒരിടത്ത് കൊണ്ട് കിടത്തിയിരിക്കുന്നതായി. കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് വിയർത്തു. എൻ്റെ അടുത്ത് ആരോ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നിന്നെ അവൻ മരണം കാണിച്ച് ഭയപ്പെടുത്തുവാൻ നോക്കിയെങ്കിൽ നിന്നോടൊപ്പമുള്ളവൻ നിൻ്റെ അടുത്ത് വന്ന്, നിൻ്റെ ചാരത്ത് വന്ന് മകനെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ ബലപ്പെടുത്തിയിട്ട് പോയി. ഹല്ലേലൂയ. എന്നെ വചനം തന്ന് ബലപ്പെടുത്തിയിട്ടാ പോയേ. എബ്രഹാമിൻ്റെ ദൈവം, യാക്കോവിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവമായ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവൻ ബലപ്പെടുത്തി, എന്നെ അവൻ ആശ്വസിപ്പിച്ചു. പറയട്ടെ പ്രിയജനമേ, അത് കഴിഞ്ഞതും എൻ്റെ പനി എവിടെ പോയെന്ന് എനിക്കറിയില്ല. കുറേശ്ശെ എൻ്റെ ബലഹീനതകൾ മാറുവാൻ തുടങ്ങി. ഞാൻ വളരെ ഭാരത്തോടെ ആ ട്രെയിനിൽ കയറി കിടന്നത്. ഞാൻ എങ്ങനെ ഞായറാഴ്ച പോയി പ്രസംഗിക്കും? ഞാൻ ഞായറാഴ്ച എങ്ങനെ വന്ന് നിൽക്കും? എനിക്ക് പാടുവാൻ കഴിയുമോ? എൻ്റെ തൊണ്ട അടയുന്നുണ്ട്, ചുമയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം എന്നെ ബലപ്പെടുത്തിയവനാ. ഹല്ലേലൂയ. പിശാച് പതിയിരിക്കും. ഞാൻ വളരെ കുറച്ച് നാളുകളുണ്ട്, എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുമോ അത്രത്തോളം പ്രതികൂലം നമുക്കിടെ നേരിട്ടുകൊണ്ടേയിരിക്കും. ഭയപ്പെടരുത്. അവൻ എന്നോട് വന്നിരുന്ന് പറയുന്നുണ്ട്, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഉയരത്തിലിരിക്കുന്നവനെ നോക്കി വിളിച്ചവനാ ഞാൻ. ആ മരക്കൊമ്പിലിരിക്കുന്നവനെ പേര് പറഞ്ഞ് വിളിച്ചവനാ ഞാൻ. ഹല്ലേലൂയ. എന്നെ കാണാനാ നീ ഇറങ്ങിയേ, എനിക്ക് വേണ്ടിയാ നീ ഇറങ്ങിയേ, എൻ്റെ നാമമാ നീ ഉയർത്തുന്നേ. നിന്നെ അങ്ങനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല. നിന്നെ ഞാൻ അങ്ങനെ ഒരു പിശാചിനും കൊടുക്കുകയില്ല. അവൻ മരണം കാണിക്കത്തേ ഉള്ളൂ. അവൻ കാണിച്ചിട്ട് അവൻ ഇളിഫീനായി പോകും. നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ ഞാൻ നിന്റെ ഓടൊപ്പം വന്നിരുന്ന് നിന്റെ തലയെ തട്ടി നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അതെ, ഞാൻ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ആ സാമീപ്യം തിരിച്ചറിഞ്ഞു. നിങ്ങളും തിരിച്ചറിയും. ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുത്തോ, നിങ്ങളും തിരിച്ചറിയും. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞെടുത്തവനവൻ. എല്ലാവർക്കും വേണമെന്നുള്ളവനല്ല വേണ്ടാത്ത, ആർക്കും വേണ്ടാത്തവനെ, എല്ലാവരും പരിഹസിക്കുന്നവനെ, എല്ലാവരും നിന്ദിക്കുന്നവനാ എൻ്റെ അപ്പന് ഏറ്റവും ആവശ്യം. കാരണം അവൻ ഒരുപാട് സാക്ഷ്യം പറയാൻ കാണും. നിന്ദിക്കപ്പെട്ടവനാ സാക്ഷ്യമുള്ളേ, പരിഹസിക്കപ്പെട്ടവനാ സാക്ഷ്യമുള്ളേ, മർദ്ദിതനാ സാക്ഷ്യമുള്ളേ, പീഡിതനാ അഭയസ്ഥാനം വേണ്ടത്. ഹല്ലേലൂയ. ചുമ്മാ എല്ലാം ഉള്ളവനാണോ അഭയസ്ഥാനം കൊടുക്കേണ്ടേ? മർദ്ദിതനും പീഡിതനും കൊടുത്തു നോക്കേ, അവൻ നിന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കും. അതുപോലെയാ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നേ. ഹല്ലേലൂയ. നിന്നെ അവൻ സ്നേഹിക്കുന്നത് അങ്ങനെയാ. നീ നിന്ദിക്കപ്പെട്ടതുപോലും ആ സ്നേഹം പറ്റുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. കണ്ണുനീരൊഴുക്കി ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളൊന്ന് കേട്ടോ. നിങ്ങളുടെ മക്കളെ ചൊല്ലി ഇതിനകത്ത് കരയുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ അവരെയും പേർ ചൊല്ലി വിളിക്കും. ഈ വചനം സത്യമായാ പറയുന്നേ. അവൻ കാണാതെ പോയതിനെ തിരഞ്ഞെടുത്ത് വരുന്നവനാ. നിന്റെ മക്കളെ നീ ഉപേക്ഷിച്ചാലും അവൻ ഉപേക്ഷിക്കയില്ല. നിന്റെ മക്കളെ നീ നീക്കി വിട്ടാലും അവൻ ഉപേക്ഷിക്കയില്ല. അവൻ്റെ നാമം ഒരിക്കലെങ്കിലും അവൻ ആ വായ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തേടി അവൻ്റെ അടുത്ത് പോവുക തന്നെ ചെയ്യും. അവനോട് ഇടപെടുക തന്നെ ചെയ്യും. അവൻ്റെ ഹൃദയത്തിനകത്ത് ഞാനുണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന്. ഹല്ലേലൂയ. ഞാനുണ്ടെന്ന് അവനോട് അറിയിക്കും. ഹല്ലേലൂയ. എന്നോട് കൂടെ ഇരിക്കുന്ന അവനോടും കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. ഈ പറയുന്ന പോലെ ഒന്നുമില്ല, ഞാനും ഒന്നും കൊള്ളാത്തവനാ. ഒന്നിനും കൊള്ളാത്ത എന്നെ ഇങ്ങനെ കൊണ്ട് നിർത്തിയെങ്കിൽ ഒന്നിനും കൊള്ളാത്ത നിങ്ങളെയും അവന് നിർത്തുവാൻ കഴിയും. നിങ്ങളൊന്ന് ചിന്തിച്ചോ, നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുത്തോ. അപ്പനെ ഞാനൊന്നുമല്ല, താഴ്ത്തണം, സമർപ്പിക്കണം, വിട്ടുകൊടുക്കണം. ഞാൻ അപ്പൻ്റെ മുൻപിൽ ഞാനൊന്നുമല്ല, ഒരു പുഴുവിൻ്റെ പോലും യോഗ്യത എനിക്കില്ല അപ്പനെ. അങ്ങയുടെ ദയ മാത്രം,
അങ്ങയുടെ കൃപ മാത്രം ഒന്നുകൊണ്ടാ ഞാനിന്ന് ഇങ്ങനെ നിൽക്കുന്നേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അന്നേ വഴിയിലെവിടെയെങ്കിലും കിടന്ന് ചത്തുപോയേനെ. ഒന്ന് ചിന്തിച്ചേ. നമ്മളെല്ലാം അങ്ങനെ തന്നെയാ. ഇന്ന് ആ സ്നേഹമുള്ളത് കൊണ്ടാ നമ്മൾ ഇത്രയും പേരാ ഇതിനകത്തിരിക്കുന്നേ. ആ സ്നേഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാ. ഇല്ലെങ്കിൽ നമ്മളും ലോകത്തോടൊപ്പം ഇന്നും വല്ല സിനിമ പുരയിലും TV പുരയിലും കയറിയിരുന്നേനെ. അവിടെ പോയി TV യും കണ്ട് നുണയും പറഞ്ഞിരുന്നേനെ. ഇന്ന് ഇതിനകത്ത് വചനം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ദൈവസന്നിധിയിൽ പാടുവാൻ നിൽക്കുന്നെങ്കിൽ, അത് ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട് തന്നെയാ. ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ. ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തിയവനാ. എൻ്റെ കഷ്ടങ്ങൾ എന്നെ ബലപ്പെടുത്തി. എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ബലപ്പെടുത്തി. ഒറ്റയ്ക്ക് നിന്നപ്പോൾ എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഒരാളെ കൂടെ നിന്നു. അവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം എന്നെ അപ്പൻ ബലപ്പെടുത്തി കൊണ്ടുവന്നു. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ, ഇത് യഹോവയാൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിക്കുമെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. അതെ, അതാ അത്ഭുതം. അത് അത്ഭുതം തന്നെയാ. യഹോവയാൽ തന്നെയാ സംഭവിച്ചേ. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിൽ, ഇന്ന് എൻ്റെ മേൽ എന്തെങ്കിലും കയ്യിലെടുക്കുന്നുണ്ടെങ്കിൽ, ഞാനിരുന്ന വസ്ത്രമാണെങ്കിൽ പോലും അത് യഹോവയുടെ ദാനമായി എനിക്ക് കിട്ടിയതാ. അത് അപ്പൻ്റെ ദാനമായി എനിക്ക് കിട്ടിയതാ. കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്ന എൻ്റെ അപ്പനാ. എനിക്ക് ജോലി തികവോടെ ചെയ്യാനുള്ള ബുദ്ധി തന്ന എൻ്റെ അപ്പനാ. കോംപ്ലിക്കേഷനായിട്ടുള്ള കാര്യങ്ങളാ എനിക്കിഷ്ടം, അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് എന്നെ നിർത്തിയത് എൻ്റെ അപ്പനാ. ഹല്ലേലൂയ. അതെ, ഈ കോംപ്ലിക്കേഷൻ നോക്കാൻ നിന്നെ കൊണ്ട് കഴിയും എന്ന് അധികാരപ്പെടുത്തിയെങ്കിൽ അത് അപ്പൻ്റെ കൃപയാ. ഹല്ലേലൂയ. വിശ്വസിക്കും. ഹല്ലേലൂയ. കടുകുമണിയോളം നിങ്ങൾ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങളാലും സാധിക്കും. നിങ്ങളുടെ മേലും സാധിക്കും. നിങ്ങളെ കൊണ്ടും സാധിക്കും. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ചുമ്മാ മൗനമായിരുന്നാൽ പോരാ, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ ചുമ്മാ ബൈബിളെടുത്ത് ചുമ്മാ വായിക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കുവാൻ പഠിച്ചു. ഹല്ലേലൂയ. വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവുമായി സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും ദൈവവും തമ്മിലാണ്, ഞാനും എൻ്റെ അപ്പനും തമ്മിലാണ് ഇപ്പോൾ പ്രസംഗം. ഇവിടെ നിൽക്കും പോലെയല്ല, ഞാനും എൻ്റെ അപ്പനും തമ്മിൽ ഭയങ്കര പ്രസംഗമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. എനിക്ക് പ്രസംഗിക്കാനുള്ളത് ഞാൻ എൻ്റെ അപ്പനോട് പ്രസംഗിക്കുന്നു. എൻ്റെ അപ്പൻ എനിക്ക് ദൂതുകൾ തരുന്നു. എൻ്റെ അപ്പൻ എനിക്ക് വചനങ്ങൾ തരുന്നു. എൻ്റെ അപ്പൻ എന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ അപ്പൻ ഇങ്ങനെ നിലനിർത്തുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കും പ്രസംഗിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്കും നിങ്ങളുടെ അപ്പനോട് സംസാരിക്കാം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നതിലും, ഹല്ലേലൂയ, ശ്രേഷ്ഠമായി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോട് സംസാരിക്കാം. ഹല്ലേലൂയ. അവൻ നിന്നോടും സംസാരിക്കും. തെറ്റുകൾ തിരുത്തും. ഹല്ലേലൂയ. വചനങ്ങളെ കാണിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, കള്ളന്മാർ വരുന്നത് പതുങ്ങിയ ഒളിച്ചാ വരുന്നതെന്ന്. ഹല്ലേലൂയ. പക്ഷേ ദൈവം വരുന്നത് എവിടെ കൂടിയാ? മുൻവാതിൽ കൂടിയാ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോ? അവൻ പുറകിൽ കൂടെ ഒന്നും വരത്തില്ല, മുൻപിൽ കൂടെ വരുന്നേ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് മുൻവാതിൽ തുറന്ന് കാത്തിരുന്നോ, അവൻ നിന്റെ ഭവനത്തിനകത്ത് മുന്നിൽ കൂടെ തന്നെ കടക്കും. ഇന്ന് ഇതിനകത്ത് വന്നവൻ, ഹല്ലേലൂയ, ആ ദൈവിക സാന്നിധ്യം ഇതിനകത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓ റവല ഭൗഷ്യസ്യാനന്ദ. ഹല്ലേലൂയ. ഇതിനകത്ത് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ദേശത്തിന് മധ്യേ ആ ദൈവിക സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. വലിയൊരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ വലിയൊരു പ്രവൃത്തി ഈ ദേശത്തുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പണിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ അവന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരെ, നമുക്കൊരു നിമിഷം തലകളെ വണക്കി നമുക്ക് നമ്മുടെ അപ്പൻ്റെ സന്നിധിയിൽ ചേരാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ വചനപ്രകാരം അടിയനെയും പേർ ചൊല്ലി വിളിക്കണമേ കർത്താവേ. മകനെ, മകളെ, പ്രിയപുത്ര, പ്രിയപുത്രേ എന്നുള്ള പേര് ചൊല്ലി വിളിക്കാൻ ഞങ്ങളിന്ന് പ്രാർത്ഥനയോട് ഇതിനകത്തായിരിക്കുന്നു. ആമേൻ കർത്താവേ. രോഗത്തോടെ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. ആമേൻ കർത്താവേ. ഇല്ലായ്മയിൽ നിന്ന് വരുന്നവരുണ്ട്. ആമേൻ കർത്താവേ. നിന്നെ അനുഭവിക്കുന്നവർ, പരിഹസം അനുഭവിച്ചവർ, കഷ്ടത അനുഭവിച്ചവർ, ആമേൻ കർത്താവേ, പലവിധമായ സങ്കടങ്ങളോടെ, പലവിധമായ ഭാരങ്ങളോടെ ഇതിനകത്ത് നെഞ്ച് നീറിയിരിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക്, ആമേൻ കർത്താവേ, ഒത്തിരി പേർ ഇതിനകത്തായിരിക്കുന്നു. ആമേൻ കർത്താവേ, അവരോട് സംസാരിക്കണമേ. എന്നെ ബലപ്പെടുത്തിയവനെ അവരെയും ബലപ്പെടുത്തണമേ. എൻ്റെ കൂടെ ഇരുന്നവനെ അവരോടൊപ്പം ഇരിക്കണമേ. എന്നെ ധൈര്യപ്പെടുത്തിയവനെ അവരോടും ഇരിക്കണമേ. എല്ലാവരും
പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഹൃദയങ്ങളെ വിട്ടുകൊടുത്താട്ടെ, ആ ദൈവിക സന്നിധിയിൽ വിട്ടുകൊടുത്താട്ടെ. അപ്പനെ, ഞാനൊന്നുമല്ല, അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ പോലും എനിക്ക് ഒരു യോഗ്യതയുമില്ല കർത്താവേ. അപ്പാ, ആ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചു, ആ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചു, ആ മാംസത്താൽ എന്നെ പുറത്തു കൊണ്ടുവന്നു. അപ്പനെ, ഞങ്ങളും അങ്ങിൽ തെറ്റുകാരാണ്. ഞങ്ങളുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട്. ഞങ്ങളുടെ നാവുകളാൽ ഞങ്ങൾ കുഴങ്ങിപ്പോയി, ഞങ്ങളുടെ ഭാഷകളാൽ ഞങ്ങൾ വിഴുങ്ങിപ്പോയി, പലവിധമായ ആമേൻ കർത്താവെ ലോകത്തോടൊപ്പം പലപ്പോഴും ഓടിപ്പോയി. ആമേൻ കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുന്നു, അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. ആമേൻ കർത്താവെ, ഞങ്ങളെ അങ്ങ് മറക്കണമേ. പ്രാർത്ഥന യാചന കേൾക്കണം കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.